കാലം വസ്തുതകൾ ഇല്ല എന്നതിലേക്ക് കോടതി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ്. വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ വസ്തുതകൾ സമർപ്പിക്കാൻ, അതിന്റെ തെളിവുകൾ സമർപ്പിക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വസ്തുതകൾ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം വീണ്ടും എന്ന് കോടതി പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതാണ്. അപ്പീൽ നൽകുമെന്ന് മാത്യു കുഴൽനാടനും വ്യക്തമാക്കുന്നുണ്ട്. വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ് നിയമസഭയിൽ. ഇതിൽ മുഖ്യമന്ത്രിയും മാത്യു കുഴൽനാടനും നേർക്കുനേർ വന്നത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ഈ വിഷയം ഇപ്പോൾ 4ാം വാർഷിക നിറവിൽ സംസ്ഥാന സർക്കാർ നിൽക്കുന്ന ഘട്ടത്തിൽ കൂടി ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഈ ഉത്തരവ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് എന്നുള്ളത് പറയാതെ ഇരിക്കാൻ വയ്യ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വീണ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ നൽകി എന്നായിരുന്നു ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. കൂടാതെ ലോൺ എന്ന പേരിലും 1/2 കോടിയോളം രൂപ നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇഡിയും കൂടാതെ ഇഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നു. കൂടാതെ SFIയുടെ അന്വേഷണം അതും നടക്കുന്നുണ്ട്. ഇല്ലാത്ത സേവനത്തിന് നൽകിയ പണം അത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഇഡിയുടെ കണക്കുകൂട്ടൽ. കൂടാതെ ആദായനികുതി വകുപ്പ് CMRLന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങളുണ്ട് എന്നത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കെ അതിലുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കെ ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു റിപ്പോർട്ട് അവർ സമർപ്പിച്ചിരുന്നു. ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്. 185 കോടി രൂപയുടെ അഴിമതി CMRL മാസപ്പടി കേസിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ വിജിലൻസ് അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി അത് വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വീണ വിജയന് കൊച്ചി മിനറൽ ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ്, അതായത് CMRL എന്ന കമ്പനി മാസപ്പടി ഇനത്തിൽ 3 വർഷത്തിനിടെ 2017 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ 1.72 കോടി രൂപ നൽകി എന്ന വിവരം, അതിന്മേലുള്ള വിജിലൻസ് അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിപ്പോൾ തള്ളിയിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഇതിൽ അപ്പീൽ പോകുമെന്ന് മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്.